എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. ആമേൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 35 സങ്കീർത്തനം അതിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അവമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോട്ടെ. അവർ കാറ്റിനു മുമ്പിൽ പതിർ പോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പും ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിയാതെ അവന് അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് രാജാവ് യഹോവയ്ക്ക് വേണ്ടി വളരെ വ്യക്തമായി നീതിയോടെ വിശ്വസ്തയോടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ ശത്രുക്കളായി നിൽക്കുന്നവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോയാൽ പ്രതീക്ഷിക്കാതെ ദൈവമക്കളെ യജമാനന്റെ ഭാഗത്തു നിന്ന് തന്നെ, തൻ്റെ അഭിഷക്തനെന്ന് കരുതുന്ന ആളിൽ നിന്ന് തന്നെ ശത്രുതയും പകയും പിണക്കവും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജീവഹാനി വരെ വരുത്തുവാൻ നോക്കുന്നവർ ദാവീദ് രാജാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ടും യഹോവ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ മനോഹരമായി ചെയ്തു പോകുന്ന ആ വലിയ മനസ്സ് എത്ര ശ്രേഷ്ഠമാണ്. എൻ്റെ കർത്താവെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിതൊക്കെ ഒത്തിരി മാതൃകയല്ലേ? കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയവരും കർത്താവിൽ വിശ്വസിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൈത്താങ്ങേണ്ടവർ, എന്നെ കരുതേണ്ടവർ ശത്രുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നല്ലോ. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളാണ്. അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി വരും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർക്കും ഇതൊരു വിഷയമായിട്ട് വരില്ല. ദൈവമക്കളെ, എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. അവർ കാറ്റിന് മുമ്പിൽ പതിർ പോലെ ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ എന്ന് പറയുമ്പോഴും താൻ തന്നെ അവരെ ഓടിക്കുന്നു അല്ലെ ഓടിക്കണം എന്ന് ഒരു ആവേശം മനസ്സിലിട്ട് ഉണ്ടായില്ല. യഹോവയുടെ സന്നിധിയിലേക്ക് പറഞ്ഞു കൊടുത്ത് വിട്ടുകൊടുക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് തികയ്ക്കണമെങ്കിൽ നമ്മൾ സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ. ശത്രുക്കൾ നിമിത്തമുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ മുഴങ്കാലം മടക്കിക്കൊണ്ടൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് ഉത്തരം തരും. ദൈവമക്കളെ, അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പും ആകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി ഒഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതേപോലുള്ള സാഹചര്യത്തിലൂടെ എത്ര ശുശ്രൂഷക്കാർ കടന്നു പോകുന്നുണ്ടാവും. വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന എത്രയോ പേരുടെ അനുഭവങ്ങളായിരിക്കും ഇത്. ഒരു കാരണമില്ലാതെ വിഷയങ്ങളുണ്ടാക്കുന്ന, ഒരു കാരണമില്ലാതെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കുമ്പോൾ അവരുടെയൊക്കെ മുൻപിൽ തളർന്നു പോകാതെ പതറിപ്പോകാതെ നിൽക്കാൻ ഇന്ന് വരെ ദൈവം താങ്ങി നടത്തിയില്ലേ? വിശ്വാസത്തോടെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാം ദൈവവചനത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായി ചെയ്യുക. നമ്മളിൽ ഈ ശുശ്രൂഷ തുടങ്ങിയ ദൈവം അത് തീർച്ചയായിട്ടും ദൈവമക്കളെ അത് കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ടത് എത്തിക്കും. വിളിച്ചവൻ വിശ്വസ്തന, വഴിക്കിട്ടിട്ട് പോകത്തില്ല. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നു. 8-ാം വാക്യം, അവൻ വിചാരിയാതെ അവൻ അപായം ഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ എന്ന്. അപ്പോൾ നമുക്ക് മുന്നിലും വല ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഒളിച്ചു വെച്ചവരെ കുറിച്ചൊക്കെ ദൈവവചനം ഇവിടെ നമ്മൾ കേൾപ്പിച്ചില്ലേ? അമ്മേ സ്തോത്രം. നമ്മുടെ വഴിയും സത്യവും ജീവനും നമ്മുടെ കർത്താവത്രേ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ പ്രത്യാശയോടെ മുമ്പോട്ട് പോകാനിടയാക്കട്ടെ. അടുത്ത വചനത്തെ പറഞ്ഞു, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. സ്തോത്രം. നമ്മുടെ ഉള്ളം യഹോവയിൽ സന്തോഷിക്കണം ദൈവമക്കളെ. പ്രശ്നങ്ങളെ നോക്കിയാൽ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല. പ്രതികൂല സാഹചര്യങ്ങളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ശത്രു നിമിത്തമായിരിക്കട്ടെ, മറ്റെല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കട്ടെ, ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവമക്കളൊന്നും മനസ്സിലാക്കണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. അവങ്കിലേക്ക് നോക്കിയാരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ. എൻ്റെ കർത്താവ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. ദൈവമക്കളെ, കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനിടയാകട്ടെ.
എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. സ്തോത്രം. സന്തോഷിപ്പാൻ തക്കണം ദൈവം സഹായിക്കട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് പറഞ്ഞ് പ്രയാസപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഒന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നോർത്താൽ മതി, ക്രൂശിൽ സകലവും സഹിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പെട്ടെന്ന് മനസ്സ് തളർന്നു പോകാതെ എത്രയും വേഗം ആത്മാവിൽ ഉണരുക. പ്രശ്നങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വിട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ള നന്മ എന്താണോ അത് ചെയ്യുക. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം കർത്താവെ ഉണ്ടാക്കിക്കൊണ്ട് ശത്രു മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ തളർന്നു പോകുന്ന മനസ്സോടുകൂടി തളർന്നവരായി കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ആത്മാവി ബലം പ്രാപിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവ ചെയ്ത ദൈവത്തിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം പറയുവാൻ, സാക്ഷ്യം പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ ഇടയാക്കണമേ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ തളർന്നു പോകുന്ന മനസ്സുമായിട്ട് ഇത്ര കാലം നിൻ്റെ മക്കൾ കർത്താവെ ആ വിളി കേട്ടിട്ടും എൻ്റെ കർത്താവെ പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതെ എൻ്റെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന നല്ല കർത്താവെ, അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി മനോഹരമായ ഉപകരണങ്ങളാക്കി എല്ലാവരും തീർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട നിന്നെയും കർത്താവെ അനുഭവിക്കുന്ന ഈ കഷ്ടതകളുമൊക്കെ ദൈവമായ കർത്താവെ ഉള്ളത്തെ അറിയുന്ന ദൈവം കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ. യേശുവേ, ദാവീദ് പുത്ര, അവിടുന്ന് എല്ലാവരോടും കൃപ ചെയ്യണമേ, എല്ലാവരോടും കൃപ ചെയ്യണമേ. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. യേശുവേ, സ്തോത്രം.